ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പിതാക്കന്മാർ, അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 6 വിഷയങ്ങൾ സംസാരിച്ചു. ഇന്ന് 7ാമത്തെ വിഷയം. 1ാമത്തെ വിഷയം നമ്മൾ സംസാരിച്ചത്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, 1ാമത്തെ വിഷയം നമ്മൾ സംസാരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടുവാൻ നമ്മുടെ ശബ്ദങ്ങൾ ലാവണ്യമുള്ളമായി പുറപ്പെടണം. മറ്റുള്ളവർക്ക് സമാധാനമുണ്ടാകുന്ന, മറ്റുള്ളവർക്ക് ബലം പകരുന്ന ശബ്ദം പുറപ്പെടണം. 2, നമ്മൾ ദുശ്ചിന്തയെപ്പറ്റി സംസാരിച്ചു. കാണാത്ത കാര്യങ്ങൾ നമ്മൾ ഊഹിച്ച് മറ്റുള്ളവരെ കുറ്റമാരോപിക്കാതെ മറ്റുള്ളവർ നമ്മൾ ശ്രേഷ്ഠരാണെന്ന് കരുതണം. 3, കൂട്ടുസഹോദരനെ സ്നേഹിക്കാത്തവൻ അവൻ മരണത്തിൽ വസിക്കുന്നു, അവൻ കൊലപാതകനാണ് എന്ന് നമ്മൾ 3ാമത്തെ വിഷയം അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുക്കുവാനിട വന്നു. 4ാമത്തെ വിഷയം, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കണമെന്നുള്ള സ്നേഹത്തിൻ്റെ വിഷയം നമ്മൾ എടുത്തു. അത് എങ്ങനെ കൂട്ടുസഹോദരനെ സ്നേഹിക്കണം, യേശുക്രിസ്തു ലോകത്തിൽ കാണിച്ച സ്നേഹം എന്താണ്, പിതാവ് ലോകത്തോട് കാണിച്ച സ്നേഹം എന്താണ്, തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് കൊടുത്തുകൊണ്ട്, മാനവരാശിക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്ത് കൊടുത്തുകൊണ്ട് പിതാവ് ലോകത്തിന് മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ സ്നേഹത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചു. 5ാമത്തേത്, നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ കാത്തിരിക്കണമെങ്കിൽ എന്തൊക്കെ ജീവിതത്തിൽ ക്രമപ്പെടുത്തണം, അത് നമ്മൾ സംസാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, 6ാമത്തെ വിഷയം നമ്മൾ സംസാരിച്ചു. ഇന്ന് 7ാമത്തെ വിഷയമാണ്. ഇന്നത്തെ വിഷയം നമ്മുടെ വഴികളെ പറ്റിയാണ്. സാദൃശ്യവാക്യം അതിൻ്റെ 25-21. മനുഷ്യൻ്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. മനുഷ്യൻ്റെ വഴിയൊക്കെയും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ വഴികളെയും നമ്മളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമോ? നീ ജീവിതത്തിൽ നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുവാൻ സാധിക്കണം. നമ്മുടെ വഴികളെ ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നേടുവാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടുവാൻ സാധിക്കത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതുപോലെ 6ാമത്തെ വിഷയം, നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ മാത്രമേ മറ്റെല്ലാത്തിനും മുൻഗണന നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 6 വിഷയങ്ങൾ പഠിക്കുവാനിട വന്നു. 6ാമത്തെ കാര്യം പ്രാർത്ഥന. ഈ 7ാമത്തെ ഇന്നത്തെ വിഷയം നമ്മൾ വഴികളെയാണ്. നമ്മുടെ വഴികളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. നമ്മെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. അനേക കുടുംബങ്ങൾ തകർച്ചയുടെ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറി ഒരു അനുഗ്രഹത്തെ, ഒരു സമൃദ്ധിയെ കൽപ്പിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് വചനത്തോട് കഥാവേ ജനത്തോട് സംസാരിക്കണം. എല്ലാ അന്ധകാര ശക്തികൾ, ദേശാധിക ശക്തികൾ, വാഴ്ചയുടെ അധികാര വ്യാപാര ശക്തികൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികളെ ശാസിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ കഥാവേ ജനത്തോടുള്ള ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അത് പ്രയോജനമായി വചനങ്ങൾ ഏറ്റെടുത്ത്
അത് സമർപ്പിച്ച് കുറവുകളെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്നവരായി മാറണം. ഈ കേൾക്കുന്ന ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. അടിയനെ വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. പിന്നിൽ നിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ജനത്തോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ 7ാമത്തെ വിഷയം വഴിയെപ്പറ്റിയാണ്. നമ്മുടെ വഴികളെ അറിയുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 6 വിഷയങ്ങളെടുത്ത് 1ാമത്തെ വിഷയം നമ്മൾ എടുത്ത വിഷയം അത് നമ്മുടെ വാക്കുകൾ, ലാവണ്യമുള്ള വാക്കുകൾ പുറപ്പെടുക. 2ാമത് നമ്മൾ എടുത്തത് നമ്മുടെ ദുശ്ചിന്തയിൽ ആരെയും വിചാരിച്ച് കുറ്റമാരോപിക്കരുത്, ശ്രേഷ്ഠനാണെന്ന് കരുതുക. 3ാമത്തത് നമ്മളെടുത്തത് കൂട്ടു സഹോദരനെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കള്ളനാകുന്നു, അവൻ കുലപാതകനാകുന്നു, അവൻ മരണത്തിൽ വസിക്കുന്നു. 4ാമത് നമ്മളെടുത്തത് സ്നേഹത്തെ പറ്റിയാണ്. കൂട്ടു സഹോദരനെ സ്നേഹിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, പിതാവിൻ്റെ സ്നേഹത്തെ നമ്മൾ സംസാരിച്ചു. അതുപോലെ 5ാമത്തത് നമ്മൾ കാത്തിരിക്കുവാൻ, വാക്തത്തിനായി കാത്തിരിക്കുമ്പോൾ ഏതൊക്കെ വിഷയം നമ്മൾ ക്രമപ്പെടുത്തണം, നമ്മൾ ആ കാര്യം സംസാരിച്ചു. 6ാമത്തെ വിഷയം നമ്മൾ പ്രാർത്ഥനയെപ്പറ്റി, വാക്തത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി പ്രാപിക്കുന്നവർ വാക്തത്തിനായി കാത്തിരിക്കണമെന്നുള്ള വിഷയം. 7ാമത്തെ ഇന്നത്തെ വിഷയം സാദൃശ്യവാക്യം 5:21 മനുഷ്യൻ്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമേ, ദൈവജനമേ, നമ്മുടെ വഴികളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മുടെ വഴികൾ, നമ്മുടെ നടപ്പുകൾ, നമ്മുടെ യാത്രകൾ നോക്കുന്നു. നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമോ? നിൻ്റെ വഴി ക്രമപ്പെടുത്തണം. സങ്കീർത്തനം 1: ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 1ാമത്തെ കാര്യം, 7-ൽ 1ാമത്തെ കാര്യം, നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത്. നീ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടന്നാൽ നീ പോകുന്നിടത്ത് നിനക്ക് ശുഭമായിരിക്കും, അത് അനുഗ്രഹമായി മാറും. നിൻ്റെ യാത്രകളിൽ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നു, അവിടുന്ന് എൻ്റെ യാത്രയിൽ പരിപാലിക്കണമേ. ഒരു ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ എന്നെ പരിപാലിക്കണമേ, അവിടുത്തെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ ആ യാത്ര അനുഗ്രഹമായി മാറും. അതിന് നീ ജീവിതത്തിൽ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ. 1ാമത്തെ കാര്യം, നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത്. പാപികൾ ഇരിക്കുന്നിടത്ത് നീ പോയി ഇരിക്കരുത്. ഒരുപക്ഷെ അറിയാതിരിക്കാം, അറിഞ്ഞുകൊണ്ട് അവർ പാപികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മധ്യയിൽ പോയി ഇരിക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നിൻ്റെ വഴികൾ ക്രമപ്പെടുത്തണം. നിൻ്റെ വഴികളെ തൂക്കി നോക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. അവൻ അറ്റിനരകത്ത് നട്ടിട്ടിരിക്കുന്ന തക്ക ഫലം കായ്ക്കുകയും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുന്ന വ്യക്തിയായി മാറണം. ദുഷ്ടൻ്റെ ആലോചന പ്രകാരമല്ല, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നീ വഴി നടക്കുന്നുവോ, നിനക്ക് അനുഗ്രഹമായിരിക്കും. നിൻ്റെ തലമുറ അനുഗ്രഹമായിരിക്കും. നിൻ്റെ ഭവനം ദേശത്തൊരു അനുഗ്രഹമായിരിക്കും. നീ ഇരിക്കുന്ന നിൻ്റെ രാജ്യം ഒരു അനുഗ്രഹമായിരിക്കും. നീ ഇരിക്കുന്ന സ്റ്റേറ്റ് ഒരു അനുഗ്രഹമായിരിക്കും. നീ ഇരിക്കുന്ന ജില്ല ഒരു അനുഗ്രഹമായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്.
കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ മഹത്വം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നീ ഒന്ന് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നിൻ്റെ ജീവിതത്തിൽ ദുഷ്ടൻ്റെ വഴിയിൽ നടക്കാതെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. അത് രാപ്പകൽ ധ്യാനിക്കണം. യാത്ര പോകുന്നതിന് മുന്നേ ധ്യാനിക്കണം, വന്നിട്ട് ധ്യാനിക്കണം, ഒരാഴ്ച നടത്തിയ ദൈവത്തെ ഓർത്ത് ധ്യാനിക്കണം, ഓരോ ദിവസങ്ങളും ധ്യാനിക്കണം. അത് നിൻ്റെ ജീവിതത്തിൽ ജീവൻ, പുതുജീവനും ശക്തിയും പകരും, ആത്മബലവും ധൈര്യവും പകരും. രണ്ടാമത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയെ രാപ്പകൽ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. യെശയ്യാപ്രവചന പുസ്തകം അതിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ മുറുകി പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെ കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്നും കേട്ടിരിക്കുന്നു. ചെവി തുറന്ന് എൻ്റെ വാക്ക് കേൾപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടന്ന് അവൻ്റെ വഴികളിൽ ഇരുന്നാൽ അവൻ നിന്നെ പരിഹസിക്കും. അവൻ ആദ്യമേ മറ്റുള്ളവരെ പരിഹസിക്കും, ഇച്ചിരി കഴിഞ്ഞ് നിന്നെ പരിഹസിക്കും. ചില പരിഹാസങ്ങൾ നിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന പരിഹാസമാണ്. നീ ഒരിക്കലും ദുഷ്ടൻ്റെ ആലോചന പ്രകാരം പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെ മാറിപ്പോകണം. നീ ആ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരുന്നാൽ നീയും കുറച്ച് കഴിഞ്ഞ് പരിഹസിക്കുവാൻ തുടങ്ങും. നീ പരിഹസിക്കുന്ന വ്യക്തിയാണോ? നീ ദുഷ്ടൻ്റെ വഴിയിൽ നടക്കുന്ന വഴിയാണോ? ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്ന വ്യക്തിയാണോ? ഒരിക്കലും നിനക്ക് പരിശുദ്ധാത്മാവിനെ നേടുവാൻ സാധിക്കത്തില്ല. നീ പരിശുദ്ധാത്മാവിനെ നേടുവാൻ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ, ഒരു മദ്യപിക്കുന്ന അല്ലെങ്കിൽ മോശമായി നടക്കുന്ന വ്യക്തിയോട് നടക്കാതെ മാറി നടക്കണം. ദൈവ ആലോചന പ്രകാരം നടക്കണം. നീ ആ വ്യക്തിയുടെ കൂടെ നടന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവം നീ പഠിക്കും. നീ അതിന് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നവനായി രാപ്പകൽ അത് വായിക്കുന്നതനുസരിച്ച് ജ്ഞാനവും പരിജ്ഞാനവും ബുദ്ധിയും വർദ്ധിക്കും. ദൈവത്തിൻ്റെ വചനം നിരന്തരം വായിക്കുന്നവനായി, ധ്യാനിക്കുന്നവനായി മാറണം. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ മുറുകിപ്പോകാതിരിക്കേണ്ടത് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. ചെവി തുറന്ന് എൻ്റെ വാക്ക് കേൾപ്പിൻ, ശ്രദ്ധിച്ച് എൻ്റെ വചനം കേൾപ്പിൻ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരുന്നാൽ നീയും പരിഹസിക്കും. ഒരു മനുഷ്യൻ സ്ഥിരമായി പരിഹസിക്കുന്ന വ്യക്തിയാണോ, അവൻ ബന്ധനത്തിൽ മുറുകിപ്പോകും. നിങ്ങളുടെ ബന്ധനങ്ങളെ മുറുകിപ്പോകാതിരിക്കേണ്ടതിന്, ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ മുറുകിപ്പോകാതിരിക്കേണ്ടത് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. ചെവി തുറന്ന് എൻ്റെ വാക്ക് കേൾപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ പരിഹസിക്കുന്നവരാണെങ്കിൽ നമ്മൾ ബന്ധനത്തിലായി പോകും. ബന്ധനത്തിലായാൽ, നമ്മൾ ബന്ധിക്കപ്പെട്ടു പോയാൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റത്തില്ല, ആരാധനയ്ക്ക് കറക്റ്റ് കടന്നു വരുവാൻ പറ്റത്തില്ല. നമ്മൾ സ്ഥിരം പരിഹസിക്കുന്ന വ്യക്തിയാണോ, മറ്റുള്ള സ്ഥിരം പരിഹസിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ പറ്റത്തില്ല. രണ്ടാമത്, നമുക്ക് ആരാധനയ്ക്ക് കറക്റ്റ് പോകുവാൻ മനസ്സ് വരത്തില്ല. എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു ദുരാത്മാവാണ്. അങ്ങനെയുള്ള സ്വഭാവങ്ങളെ നമ്മൾ വിട്ടൊഴിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഈ മീഡിയയിലൂടെ ഈ പരിഹസിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മാനസാന്തരപ്പെടുവാൻ. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ മുറുകിപ്പോകാതിരിക്കേണ്ടതിന്
നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. ചെവി തുറന്ന് എൻ്റെ വാക്ക് കേൾപ്പിൻ, ശ്രദ്ധിച്ച് എൻ്റെ വചനം കേൾക്കുവിൻ. അത് യെശയ്യാപ്രവചനം 22-ൻ്റെ 28-ൻ്റെ 22, 23, 24 വാക്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കട്ടെ. രണ്ടാമത് പാപികളുടെ വഴിയിലിരിക്കാതെ മാറിയിരിക്കണം. ആ ഇരിക്കുന്ന വ്യക്തി പാപിയാണെങ്കിൽ അവൻ്റെ അടുത്തിരിക്കാതെ അവനോട് പിണങ്ങാനല്ല, അവനോട് സ്നേഹമുണ്ടായിരിക്കണം. എന്നാൽ ആ പാപി ആ മനുഷ്യനിൽ അവനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിനക്ക് അവനെ ഉപദേശിച്ചിട്ട് അവൻ്റെ കൂടെ നിൽക്കാതെ മാറിപ്പോകുവാൻ സാധിക്കണം. 3, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ മാറിപ്പോകണം. പരിഹസിക്കുന്നവരുടെ ഇടയിലിരിക്കാതെ അതിൻ്റെ ഇടയിൽ നിന്ന് നീയും പരിഹാസം പഠിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നടപ്പും നമ്മുടെ ഇരിപ്പും എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് പറയുന്നു, അതിൻ്റെ 139 1, 2, 3, 4 വാക്യങ്ങൾ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ എവിടെ ഇരുന്നാലും നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ ശബ്ദങ്ങളും നമ്മുടെ പ്രവൃത്തികളും അറിയുന്ന ഒരു ദൈവമുണ്ട്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്തു നിന്നും ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നീ മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എൻ്റെ നാവിന്മേൽ ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ വഴികളെ നമ്മുടെ യാത്രകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ സർവ്വവും അറിയുന്ന ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിനെ മറച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. നമ്മുടെ വഴികളെ ക്രമപ്പെടുത്തുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവർ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയെ രാപ്പകൽ ധ്യാനിക്കുന്നവർ, അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. അപ്പോൾ നമ്മൾ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരായി മാറട്ടെ. അതിൻ്റെ 5-ൻ്റെ 21 മനുഷ്യൻ്റെ വഴി യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. നമ്മളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്കൊന്ന് സമർപ്പിക്കുക. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടന്ന അവസ്ഥകളുണ്ട്. പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരുന്ന അവസ്ഥയുണ്ട്. അതേ പാപികളുടെ വഴിയിൽ നിന്ന അവസ്ഥയുണ്ട്. അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് ഒന്ന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമുക്ക് ഇപ്പോൾ നമ്മൾ 7 വിഷയങ്ങൾ എടുക്കുവാനിട വന്നു. എല്ലാം ഷോർട്ടാക്കി എടുക്കുകയാണ്. ഓരോ വിഷയങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകളോളം എടുക്കുവാൻ പറ്റും. എന്നാൽ ഇത് പെട്ടെന്ന് ഈ ഒരു ബൈബിൾ സ്റ്റഡി പെട്ടെന്ന് നിർത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ഇന്ന് നമ്മൾ 7-ാമത്തെ വിഷയമാണ് പ്രാർത്ഥിച്ചത്. 7-ാമത്തെ വിഷയമാണ് നമ്മളിന്ന് പ്രസംഗിച്ചത്. അത് നമ്മുടെ വഴികളെ അറിയുന്ന ദൈവം, നമ്മുടെ വഴികളെ തൂക്കി നോക്കുന്ന ഒരു ദൈവം, നമ്മുടെ വഴികളെ ക്രമപ്പെടുത്തണം. അതാണ് ഇന്നത്തെ സന്ദേശം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ നീ യഹോവയുടെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നവനായി മാറണം. നമ്മൾ 7 വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമ്മൾ എടുത്തു. 1-ാമത്തെ വിഷയം, മറ്റുള്ളവരെ വാക്കുകൾ, നമ്മൾ ലാവണ്യമുള്ള വാക്കുകൾ, തകർന്നിരിക്കുന്നവനെ ആശ്വസിക്കുന്ന വാക്കായിരിക്കണം. 2, നമ്മുടെ ജീവിതത്തിൽ ദുശ്ചിന്തയിൽ ആരെ നിരൂപിക്കാതെ മറ്റുള്ളവർ എന്നിൽ ശ്രേഷ്ഠനാണെന്ന് കരുതണം. 3, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു, അവൻ കുലപാതകനാകുന്നു, അവൻ കള്ളനാകുന്നു. 4, നമ്മൾ എടുത്ത വിഷയം സ്നേഹത്തെ പറ്റിയാണ്. യേശുക്രിസ്തു ലോകത്തോട് കാണിച്ച സ്നേഹം, പിതാവായ ദൈവം ഏകജാതനായ തൻ്റെ പുത്രനെ ലോകത്ത്
നൽകിക്കൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചു, സ്നേഹത്തെപ്പറ്റി സംസാരിച്ചു. 5 നമ്മൾ അതേ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അതിൻ്റെ ചില വിഷയങ്ങൾ നമ്മൾ കേട്ടു. 6-മത്തത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന. 7-മത്ത് നമ്മുടെ ജീവിതത്തിൽ വഴികളെപ്പറ്റി നമുക്ക് പ്രസംഗിക്കുവാനിട വന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ 7 വിഷയങ്ങൾ നമുക്ക് ക്രമപ്പെടുത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ കാത്തിരിക്കുക. വാഗ്ദത്തത്തിനായി കാത്തിരിക്കുമ്പോൾ നിശ്ചയമായി പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കപ്പെടും. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അത് നമ്മളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ വഴി യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കേട്ട വചനങ്ങൾ ഓരോന്നും ഏറ്റെടുത്ത് കഴിഞ്ഞ എൻ്റെ താഴോട്ടുള്ള ഓരോ എപ്പിസോഡും നിങ്ങൾ കണ്ടാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ജീവിതത്തിൽ എന്തെല്ലാം ക്രമപ്പെടുത്തണമെന്ന് അതിൽ താഴത്തെ പ്രസംഗത്തിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളത് കാണുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ, തെറ്റുകളുണ്ട്. അവിടെ നിന്ന് ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുവാൻ, ദുഷ്ടൻ്റെ ആലോചന പ്രകാരമല്ല നടക്കേണ്ടത്. ദൈവത്തിൻ്റെ യേശുവിൻ്റെ ആലോചന പ്രകാരം നടക്കുവാൻ ഓരോരുത്തർക്കും അവിടെ നിന്ന് കൃപ നൽകണം. പരിഹാസികളെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണം അവിടുത്തെ വചനം വായിക്കുന്നവരായി മാറ്റണമേ. കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. കുടുംബത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറട്ടെ. വർഷങ്ങളായി അടച്ചു വച്ചിരിക്കുന്ന ചില വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ഹേബോ നാഥ റീക ലാഥ നാശ റോബ നാഥ റീക. ചില കുഞ്ഞുങ്ങളുടെ ചില അസ്വസ്ഥതകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. അതിനുമേൽ കർത്താവെ അവിടുത്തെ അത്ഭുതകരം പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. ഞെരുക്കത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഒരു സമൃദ്ധി അനുഗ്രഹത്തെ കൽപ്പിക്കുന്നു. ഈ ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. റോബോ നഹഷി ലാംതിരി ഹസ്തിയ. കർത്താവെ, യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന അനേക കുടുംബങ്ങളുണ്ട്. വളരെ ഞെരുക്കങ്ങളാൽ വല വിഷയത്തിനാൽ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. അവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കും. ആ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് അവിടുന്ന് പുതുവാതിലുകളെ തുറന്നതിനായി നന്ദി പറയും. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. ഗൾഫിൻ്റെ മേഖലകളിൽ ജോലി ചെയ്ത് സാലറി കിട്ടാത്ത അനേക വ്യക്തി ജീവിതങ്ങൾ അവരെ സമർപ്പിക്കും. അവർക്ക് കർത്താവ് പുതുവാതിലുകൾ തുറന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, കേൾക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന ഓരോ ജനത്തെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ആത്മീയ ഭൗതിക നന്മകളാൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.